ഇന്ന് ഞാൻ ആദ്യം സംസാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പേ സംസാരിച്ചാണ്. നമ്മൾ എന്തായാലും ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന്റെ സീരീസിലേക്ക് വരുന്ന സമയത്ത് ഒന്നുകൂടെ പറയാമെന്ന് വിചാരിച്ച് മാത്രം ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്. നമ്മൾ ഡെയിലി കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഏത് ഭക്ഷണം ചെന്ന് കഴിഞ്ഞാലും അതിനെയൊക്കെ ശരീരത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അതിനെ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത്, നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട്. അവരെ നന്നായി പരിപാലിക്കുക. നമ്മളെ സപ്പോർട്ടീവായി നിൽക്കുന്ന ബാക്ടീരിയകളെ, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ നിലനിൽപ്പ് ആ രാജ്യത്തെ നല്ല പ്രജകളും സൈന്യവുമാണെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകളുടെ ആരോഗ്യവും അതിന്റെ നിലനിൽപ്പും തന്നെയാണ്. അപ്പൊ തീർച്ചയായും ആ ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പൊതുവെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ പറയുന്ന നല്ല ബാക്ടീരിയകളെ ഭക്ഷണത്തിൽ കൂടി കിട്ടാത്ത പല സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ വന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ ആവശ്യത്തിന് ലഭിക്കാതെ പോകുന്ന ബാക്ടീരിയകളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ആ ബാക്ടീരിയകളെ ഫില്ല് ചെയ്തുകൊണ്ട് ക്യാപ്സൂൾ രൂപത്തിലേക്ക് അതിനകത്തേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാക്ടീരിയകളെ നമുക്ക് തന്നുകൊണ്ട് പരിപാലിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രോബയോട്ടിക് G+ എന്ന് പറയുന്ന എലമെന്റ്സ് വെൽനസിലുള്ള കാറ്റഗറിയിലെ ഒരു പ്രൊഡക്റ്റ്. പ്രോബയോട്ടിക് G+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് പ്രോട്ടീനെ വേർതിരിച്ച് വൈറ്റമിൻസിനെ വേർതിരിച്ച് രക്തത്തിനകത്തേക്ക് സ്ട്രീം ചെയ്ത് വിടാൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ. നേരത്തെയൊക്കെ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളും ഏത് ഭക്ഷണമായാലും പഴകിക്കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയകൾ വർക്ക് ചെയ്യും. നമുക്കറിയാം, ബാക്ടീരിയകൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഭക്ഷണ വസ്തുവായാലും അല്ലാത്തതായാലും എന്ത് തന്നെയായാലും കേടാകുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനമാണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ആ കേടാകുന്നതാണ് നമ്മൾ കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ കരിയിലകളും ചാണകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വിഘടിച്ച് കേടാകുന്ന സമയത്താണ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വിഘടിപ്പിച്ച് കേടാക്കി കഴിയുന്ന സമയത്ത് ആ കേടാക്കിയതിന്റെ പാർട്ടായിട്ട് വരുന്ന നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താ പറയാ നമ്മളെ മൈക്രോ ന്യൂട്രീഷൻസ് ആണ് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത്. അപ്പോ ഈ മൈക്രോ ന്യൂട്രീഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ നേരത്തെയൊക്കെ നമ്മൾ കിട്ടിയത് പഴങ്കഞ്ഞി, തൈര്, ഇനി അല്ലെങ്കിൽ നല്ല പഴവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കുറച്ച് ആറി തണുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കുറെ ബാക്ടീരിയകൾ അതിൽ വരും. ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. പക്ഷെ ഇന്ന് നമ്മുടെ പല പരസ്യങ്ങളും നമ്മളെ പഠിപ്പിച്ചത് ബാക്ടീരിയ എന്ന് പറഞ്ഞ എന്തോ ഒരു വിഘടനവാദിയെ പോലെയാണ്. ഇത് നമ്മളെ ശരീരത്തെ അപ്പാടെ ഇല്ലാതാക്കുമെന്നൊരു ചിന്തകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും ഫംഗസ് ആയാലും മനുഷ്യ ശരീരത്തിൽ ഗുണകരമായതും മനുഷ്യ ശരീരത്തിന് ദോഷകരമായ ഹാംഫുൾ ആയതും ഒക്കെ ഉണ്ട്. നല്ലതിനെ നന്നായി പരിപാലിക്കുകയും മോശപ്പെട്ടതിനെ ഇല്ലാതാക്കാനും നല്ല ബാക്ടീരിയകൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മോശപ്പെട്ടതിനെ ആ ബാക്ടീരിയകൾ നശിപ്പിച്ചോളും. അപ്പൊ നമ്മളെ പ്രതിരോധ ശേഷിക്ക് ഏറ്റവും പ്രധാനമാണ് നല്ല ബാക്ടീരിയകൾ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് സഹായിക്കുന്ന ബാക്ടീരിയകളിൽ നമുക്ക് ക്യാപ്സൂൾ രൂപത്തിലാക്കി അതിനകത്തേക്ക് ബാക്ടീരിയകളെ ഫില്ല് ചെയ്തുകൊണ്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രോബയോട്ടിക് G+ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. പ്രോബയോട്ടിക് G+ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് 30 എണ്ണം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഏകദേശം അറിയാം, എന്ന് വെച്ചാൽ 30 കിട്ടുന്നതുകൊണ്ട് എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. 30 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇതൊരു മാസത്തേക്കുള്ള ഒരു ഡോസേജ് ആണെങ്കിൽ ഡെയിലി ഒന്നാണ് അത് കഴിക്കേണ്ടത്. രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ മതി. തുടക്കത്തിലൊക്കെ പറഞ്ഞു തന്നുള്ളൂ. അതില് 2 തരം ബാക്ടീരിയകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. പ്രധാനമായും ഒന്ന് ബാസിലസ് സബ്റ്റിൽസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. ഇത് കാർഷിക ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ബാക്ടീരിയകൾ തന്നെയാണ്. ചെടികൾക്ക് മണ്ണിൽ നിന്ന് നേരെ പോഷകങ്ങളെ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ചെടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ തന്നെ മനുഷ്യനും ഈ പറയുന്ന ബാക്ടീരിയ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ശരീരത്തിൽ എല്ലാ പോഷകങ്ങളെയും വലിച്ചെടുക്കുക എന്നുള്ള അതിന്റെ ആത്യന്തികമായ ധർമ്മം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന് മറ്റു കുറച്ച് ഗുണങ്ങളുണ്ട്. ഡയറിയ, വയറിളക്കം പോലത്തെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ, അതേപോലെ തന്നെ എന്താ പറയാ ഹാർട്ട് ഫങ്ഷൻസ്, അറിയാതെ പറഞ്ഞാൽ ഹാർട്ട് ഫങ്ഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആകുന്നതിൽ വലിയ ധർമ്മം വഹിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ഇത് ചെറുകുടലിന്റെയും വൻകുടലിന്റെയും ആരോഗ്യത്തെ നന്നായി സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ IBS പോലുള്ള നമ്മളെ ഇറിറ്റബിൾ ബൗൾ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന വൻകുടലിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഗട്സിന് ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഗട്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുടല് മാത്രമായിട്ട് കാണേണ്ടതില്ല. ചെറുകുടലും വൻകുടലും മാത്രം അടങ്ങുന്നതാണ് ഗട്സ് എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന വായു മുതൽ മൗത്ത് മുതൽ ഭക്ഷണം പുറത്തേക്ക് പോകുന്ന മലദ്വാരം വരുന്ന എല്ലാ പാർട്ടിയും നമ്മൾ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഗട്സ് എന്ന് പറയാം. ആ ഗട്സിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുമെന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, തുടക്കത്തിൽ സ്ഥിരമായി ഈ പറയുന്ന പ്രോബയോട്ടിക് കഴിക്കുന്ന ആളുകൾക്ക് വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക് കുറഞ്ഞു വന്നോളും. കാരണം വായിലായാലും വായിൽ എപ്പോഴും ഈർപ്പം നിൽക്കുന്ന വായയെ പോലും ശുദ്ധീകരിച്ച് നിർത്തുന്നത് നമ്മൾ വേറെ ആരുമല്ല, നമ്മുടെ ശരീരമല്ല, ഈ പറയുന്ന പ്രോബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പല്ലിന്റെയും മോണയുടെയും വായുടെ ഒക്കെ പ്രതിരോധം തീർക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു ബാക്ടീരിയയാണ് ബാസിലസ് കൊയാഗുലസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഈ ബാക്ടീരിയയും ഇതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പരിപാലിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഒരുപാട് ധർമ്മം വഹിക്കുന്ന ഒന്നാണ് ബാസിലസ് കൊയാഗുലസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ബാസിലസ് സബ്റ്റിൽസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ അളവ് എന്ന് പറയുന്നത് ഒരു ക്യാപ്സൂളിൽ നമുക്ക് 1 ബില്യൺ കോളനികളാണ് നമുക്ക് കിട്ടുന്നത്. കോളനി എന്ന് പറയുന്ന സമയത്ത് ഒരു ബാക്ടീരിയ അല്ല, ഓരോ ബാക്ടീരിയൽ കോളനിയാണ് നമുക്ക് ഈ പറയുന്ന പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി തരുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി ബാക്ടീരിയൽ കോളനി നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ക്യാപ്സൂളിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയും കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് കുറയുന്ന സമയത്താണ് ഈ പറയുന്ന വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ എന്തെങ്കിലും എന്താ പറയാ വയറിൽ എന്തെങ്കിലും കഴിച്ചാൽ ആ സമയത്തിന് ദഹനത്തിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത്. അങ്ങനെയുള്ള ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ ചില ആളുകൾക്ക്. അത് കഴിക്കാൻ പറ്റില്ല, ചെറുപയർ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ പറയുന്ന ബാക്ടീരിയകളുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേയൊക്കെയുള്ള ആളുകൾ പഴങ്കഞ്ഞിയും തൈരൊക്കെ കഴിക്കുന്ന ആളുകൾ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും പറയുന്നത് കേൾക്കാറില്ല നമ്മൾ. അവർക്കങ്ങ് പറയാതിരിക്കാനുള്ള കാരണം ബാക്ടീരിയകൾ നന്നായി നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനെ സഹായിക്കുന്ന ഈ പ്രൊഡക്റ്റിനകത്ത് ബാസിലസ് സബ്റ്റിൽസ് എന്ന് പറയുന്ന 100 കോടി ബാക്ടീരിയൽ കോളനിയും ബാസിലസ് കൊയാഗുലസ് എന്ന് പറയുന്ന ബാക്ടീരിയ 10 ലക്ഷം ബാക്ടീരിയൽ കോളനിയും നമുക്ക് ഒരു ക്യാപ്സൂളിൽ കൂടെ കിട്ടുന്നുണ്ട്. ഡെയിലി രാത്രി ഒന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്സിന്റെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിന്റെ മൊത്തം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. ഏത് ഭക്ഷണം എത്ര നല്ലത് കഴിച്ചാലും, നമ്മൾ ഇന്നലെ വരെ സംസാരിച്ച എത്ര നല്ല പ്രൊഡക്റ്റ് കഴിച്ചാലും അതിനൊക്കെ ശരീരത്തിന് ഉപയോഗപ്രദമാക്കണമെങ്കിൽ ഈ ബാക്ടീരിയകളുടെ അളവ് വളരെ പ്രധാനമാണ്. ഇതും ഡെയിലി യൂസിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി ഞാൻ സംസാരിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഓടിച്ചു പോകും. ഇനി നമുക്ക് സ്ഥിരമായി കഴിക്കേണ്ടതല്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം കഴിക്കേണ്ടത്, അതേപോലെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക. നമ്മൾ ഓരോ ഓർഗൻസും ഉണ്ട്. നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മളെ വീടൊക്കെ ദിവസവും നിലം അടിച്ച് തൂത്തുവാരുമെങ്കിലും ഇടക്കൊക്കെ ഉണ്ടൊന്ന് ചുമരൊക്കെ ഒന്ന് ക്ലീൻ ആക്കല്, ഒന്ന് ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കും. അങ്ങനെയൊക്കെ ഒരു ക്ലീൻ ആക്കൽ ഉണ്ടല്ലോ. അതേപോലെ നമ്മളെ ശരീരത്തിന്റെ അവയവങ്ങളെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ഉണ്ട്, അതിനെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ പാൻക്രിയാസ് ഉണ്ട്, ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കിഡ്നി ഉണ്ട്, ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ബ്രെയിൻ ഉണ്ട്, അതിനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് ക്ലീനിങ് പ്രോസസ്സ് നമ്മൾ ഇടയ്ക്ക് നടത്തുന്നത് നല്ലതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം പുറമെ നമ്മൾ എല്ലാ ദിവസവും കഴുകും, പക്ഷെ എഞ്ചിൻ വർക്ക്, അതിന്റെ പീരിയോഡിക് ആയിട്ടുള്ള എഞ്ചിൻ വർക്ക്, അതിന് ഒരു കിലോമീറ്ററോ അല്ല സമയമോ നിശ്ചയിച്ചിട്ടുണ്ടാവും. 10,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഒരു സർവീസ്, അല്ലെങ്കിൽ 5,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഒരു സർവീസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് കാലങ്ങൾ കഴിയുന്നുണ്ട്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ക്ലീനിങ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ട കുറച്ച് ഉൽപ്പന്നങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആദ്യം പറയുന്നത് അങ്ങനെയുള്ളതല്ല. പ്രോനാസിക എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് നമ്മുടെ ശ്വാസത്തിലേക്ക് കൂടെ ഇഷ്ടം പോലെ മോശപ്പെട്ട ബാക്ടീരിയകളും നല്ല ബാക്ടീരിയകളും ഒക്കെ ചെല്ലും. നല്ല ബാക്ടീരിയകളെ വളർത്താൻ നമ്മൾ ഓൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രോബയോട്ടിക് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോ മോശപ്പെട്ട ബാക്ടീരിയകൾ
നല്ലതിന്റെ കൂടെ നല്ലതും ചെന്ന് കഴിഞ്ഞാലും അത് പോയാലും കുഴപ്പമില്ല. നമ്മുടെ ശരീരത്തിൽ അകത്തേക്ക് ശ്വസനത്തിൽ കൂടെ ശ്വാസകോശത്തിലേക്ക് കടന്നു ചെല്ലുന്ന മോശപ്പെട്ട ബാക്ടീരിയകളും ഫംഗസുകളും പൊടികളും ഒക്കെ അവിടുന്ന് നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോനാസിക എന്ന് പറയുന്നത്. നാസിക എന്ന് പറഞ്ഞാൽ മൂക്കാണ്. പ്രോനാസിക അപ്പോ മൂക്കിനെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ശ്വാസനാളത്തെ സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയാം. അത് 20 മില്ലിയുടെ ഒരു ചെറിയ ബോട്ടിലാണ്. ഞാനത് പ്രോനാസികയെ പറ്റി പറയാൻ കാരണം തുടക്കത്തിൽ ഇന്ന് പ്രോനാസിക തന്നെ എടുത്തു വെക്കാനുള്ള കാരണം എന്റെ മൂക്ക് അടഞ്ഞിട്ടാണുള്ളത്. അപ്പോ അതുണ്ടായിരുന്നെങ്കിൽ സംഗതി സ്റ്റോക്ക് ഇല്ലാതെ പോയി. സാധാരണ എനിക്ക് നന്നായി സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഒരു ഒറ്റ ഒന്നും പോലും ഇല്ലാതെ എന്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. എനിക്കിത് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് ഞാനുള്ളത്. അപ്പോ പ്രോനാസിക അതിൻ്റെ അകത്ത് 2 തരത്തിലുള്ള നന്നാറിയാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന് വെളുത്ത നന്നാറിയും ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ടുള്ള ഒരു ഞെട്ടിനൊരു ബ്രൗൺ കളറായിട്ടുള്ള മറ്റൊരു നന്നാറിയുണ്ട്. ആ 2 നന്നാറിയുടെയും എക്സ്ട്രാക്റ്റുകൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നന്നാറിക്ക് സെയിം സ്മെല്ലാണ്. നമ്മൾ സർവത്തൊക്കെ കുടിക്കുന്ന സമയത്ത് നന്നാറി സ്മെല്ലൊക്കെ അടിക്കുന്നത്. പക്ഷെ ഔഷധ മൂല്യമുള്ളൊരു കണ്ടന്റ് ആണ് ഈ നന്നാറി എന്ന് പറയുന്നത്. ഒരു ചെറുതരം വള്ളികളാണ് ചെടിയിൽ ഭൂമിയിൽ നിന്ന് വളർന്ന് നമ്മൾ അധികം വളരാത്ത എന്നാൽ ഒരു കാൽമുട്ടിന്റെ ഉയരത്തിലൊക്കെ വേണേൽ വളരും. അത്രയൊക്കെ വളരുള്ളൂ. അതങ്ങനെ വള്ളി പടർന്നു പോകും. വളരെ നൈസായിട്ടുള്ള ഒരു ഇലയുള്ള ഒരു ഇതാണ് നന്നാറി എന്ന് പറയുന്നത്. എന്റെ വീടിന്റെ പരിസരത്തൊക്കെ ഇഷ്ടം പോലെ റബ്ബർ തോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ പറമ്പിൽ കൂടെ നടക്കുന്ന സമയത്ത് വെറുതെ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് അതിന്റെ കിഴങ്ങെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ നാര് പോലുള്ള പാർട്ടുണ്ടാവും. അത് പറിച്ച് അതിന്റെ തൊലി ഏറ്റവും നടുക്കൂടെ ഒരു ഹാർഡായിട്ടുള്ള ഒരു തലനാറ് പോലത്തെ ഒരു സാധനം പോകും. അതിന്റെ ചുറ്റും ഒരു ചെറിയ ഒരു തൊലി പോലത്തെ ഒരു പാർട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്. അതിന്റെ സ്മെല്ലാണ്, ടേസ്റ്റിനേക്കാൾ കൂടെ നല്ല സ്മെല്ലാണ്. അതൊക്കെ വെറുതെ എടുത്ത് കടിച്ച് തിന്നിട്ടുണ്ട് ഞാനൊക്കെ. അപ്പോൾ ഈ നന്നാറിയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് 2 അതുപോലെ തന്നെ യൂക്കാലിപ്സ് ഓയിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ വളരെ ചെറിയ പാർട്ടിലേ ഉള്ളൂ. അതായത് 20 മില്ലിയിൽ ഓരോ 5 മില്ലിയിലും 0.5% ഇത്ര ഉണ്ടാവും അറിയാലോ. 0.5% എന്ന് പറയുമ്പോൾ വളരെ വളരെ ചെറുത്. 1% ഇല്ല എന്നാ പറഞ്ഞത്. വളരെ ചെറിയ അളവിലേ ഉള്ളൂ. അത്രയേ അതിന്റെ ആവശ്യമുള്ളൂ. ഇത് മൂക്കിലേക്ക് കടന്നു ചെല്ലുന്ന ബാക്ടീരിയകളെ ഫംഗസുകളെ ഒക്കെ ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ സംരക്ഷിക്കുന്ന അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന കണ്ടന്റുകളാണ്. അതുപോലെ തന്നെ പുതിന ഓയിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് 1% അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ടീ ട്രീ ഓയിൽ അതുപോലെ തന്നെ 0.5%, അതായത് 100 മില്ലിയിൽ 1/2 മില്ലി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വളരെ ചെറിയ അളവിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊതുവെ നമ്മളറിയാം, ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ സലൈന എന്ന് പറയുന്ന ഒരു നാസൽ ഡ്രോപ്പ് നമ്മൾ അടിച്ചു കൊടുക്കും. ചെറിയ കുട്ടികൾക്ക് ജലദോഷം വരുന്ന സമയത്ത് സലൈന, അതിന്റെ അലോപ്പത്തിക് മെഡിസിന്റെ ഒരു പേരാണ് പറഞ്ഞത്. സലൈന എന്ന് പറയുന്നത് ഒന്നുമില്ല, സാധനം ഉപ്പിന്റെ വെള്ളമാണത്. കടൽ ഉപ്പിന്റെ വെള്ളമാണ്. ഉപ്പ് നമ്മളെ ഈ പറയുന്ന മൂക്കിലേക്ക് ഉറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജലദോഷം ഉണ്ടെങ്കിൽ അത് അലിഞ്ഞങ്ങ് പോയിക്കോളും. അലിഞ്ഞ് പെട്ടെന്ന് വെള്ളത്തിന്റെ രൂപത്തിലേക്ക് പോയിക്കോളും. അലിയിച്ച് കളയാൻ കപ്പാസിറ്റി ഉള്ള സാധനമാണ് ഉപ്പ് എന്ന് പറയുന്നത്. കടലുപ്പാണ്. അപ്പോൾ അതും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു എന്താ പറയാ 9% അതും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോനാസിക. ഇത് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് മൂക്കിലേക്ക് അടിച്ചു കൊടുക്കുന്നത് മോശപ്പെട്ട ബാക്ടീരിയകളൊക്കെ മൂക്കിലേക്ക് ശ്വാസകോശത്തിലേക്ക് പോകുന്നത് തടയാനും ശ്വസന പ്രവർത്തനങ്ങളെ പെർഫെക്റ്റ് ആക്കാനും സഹായിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ്. അതോടൊപ്പം തന്നെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മൂക്കിൽ ദശ വളരുക, അതുപോലെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ശ്വാസനാളം ഇതിൽ തന്നെ പോയി തൊണ്ടയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഒക്കെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ ഇല്ലാതാക്കാൻ ഈ പറയുന്ന പ്രോനാസിക ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിന് കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ തോന്നുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്തേക്കുക. ഇത് പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമുണ്ട്, സാർ ഇത് എത്ര തുള്ളി വെച്ച് ഉറ്റിക്കണമെന്ന്. ഇത് തുള്ളിയല്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കാം. ഈ പറയുന്ന പ്രോനാസികയുടെ ആ ബോട്ടിൽ ഒന്ന് ടോപ്പ് അഴിച്ചു മാറ്റി ഒന്ന് നേരെ കുത്തനെ പിടിച്ച്, സാധാരണ പിടിക്കുമ്പോൾ മുകളിലേക്ക് പിടിച്ച് ഒരൊറ്റ ഞെക്ക് വെച്ച് കൊടുത്താൽ ഒരു സ്പ്രേ അടിച്ചങ്ങ് പോകുന്ന കാണാം. ഇത് നമ്മൾ മൂക്കിലേക്ക് വെച്ച് സ്പ്രേ അടിച്ചാലും അങ്ങ് മൂക്ക് പോയതായിട്ടുള്ള ഒരു പ്രതീതി നമുക്ക് തോന്നില്ല. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കണികളായിട്ടാണ് ഇത് സ്പ്രേ ആകുന്നത്. എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇത് അങ്ങ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയമാണ്. അതുകൊണ്ട് 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ സ്പ്രേ അടിക്കും. അപ്പൊ കുറ്റി ഇങ്ങോട്ട് പോരും. അപ്പൊ അത് വേണമെന്നില്ല, 1-2 പ്രാവശ്യം 2 മൂക്കിലേക്കും വെച്ച് സ്പ്രേ അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോനാസിക എന്ന് പറയുന്നത്. അപ്പോ
ഇനി അടുത്തൊരു പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാനുള്ളത് കുറച്ച് റണ്ണിങ് ഫാസ്റ്റ് ആകും ഇനി, കാരണം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യത്തിന്റെ പ്രതിബന്ധം എന്ന് പറയുന്നത്, ആരോഗ്യത്തിന് പ്രതിസന്ധിയായി നിൽക്കുന്നത് പല സമയത്തും ശോധനയില്ലായ്മയാണ്. നല്ല ശോധനയില്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം നിങ്ങൾ എത്ര നല്ല ഫുഡ് സപ്ലിമെന്റുകൾ കഴിച്ചിട്ടും മറ്റെല്ലാ കാര്യങ്ങളും ഇത് റെഡിയാണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമല്ലെങ്കിൽ ഗ്യാരണ്ടിയാണ് എല്ലാ അസുഖങ്ങളും തിരിച്ച് നമ്മളെ തന്നെ തിരിച്ചെത്തും. ബാക്ടീരിയകളെ, മോശപ്പെട്ട ബാക്ടീരിയകളെ ചെറുക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനുണ്ട്, ഫംഗസിനെ ചെറുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ പ്രശ്നം തന്നെയാണ്. അതായത് മലബന്ധം എന്ന് പറയുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ശോധനയില്ലായ്മ വന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ ആദ്യം ബാധിക്കുന്നത് ഒന്ന് നമ്മളെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതിന്റെ ഭാഗമായി പൈൽസ്, ഫിസ്റ്റുല എന്നുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ ആണ് ആദ്യത്തെ കാര്യം. പക്ഷെ അത് മാത്രമല്ല, കൃത്യമായി ശോധന നടക്കാത്ത ആളുകളെ സംബന്ധിച്ചോളം മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടാത്തിടത്തോളം കാലം രക്തശുദ്ധി ബുദ്ധിമുട്ടാവും. രക്തശുദ്ധി ഇല്ലെങ്കിൽ മറ്റുള്ള അവയവങ്ങളെ ബാധിക്കും. ചുരുക്കി പറഞ്ഞ എല്ലാ അവയവങ്ങളും തിരിച്ച് ദോഷകരമായി ബാധിക്കുന്നത് ശോധനയില്ലായ്മയാണ്. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഡോക്ടേഴ്സിന് പണ്ട് കാലങ്ങളിൽ പറഞ്ഞത് വൈദ്യർ എന്നാണ്. ഇപ്പോഴാണ് അതിന്റെ ഇംഗ്ലീഷ് രൂപത്തിലുള്ള ഡോക്ടർ എന്നുള്ള പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത്. വൈദ്യർ എന്നാണ് മലയാളം. അപ്പോ നമ്മൾ ആയുർവേദത്തിന്റെ മലയാളീകരിച്ചിട്ട് കാണുന്നത് കൊണ്ടും അലോപ്പതിയെ ഇംഗ്ലീഷുകാരുടെ സംഭാവനയായിട്ടൊക്കെ കാണുന്നത് കൊണ്ടാണ് അതിനെ ഡോക്ടർ എന്നും ഇതിനെ വൈദ്യർ എന്നും വിളിക്കുന്നത്. രണ്ടും സെയിം തന്നെ. പക്ഷെ നമ്മളെ നാട്ടിൽ ആയുർവേദം ചെയ്യുന്ന ആളുകൾ വൈദ്യർ എന്നുള്ള രീതിയിലേക്കും അല്ലാത്ത ആളുകൾ എന്താ പറയാ ഡോക്ടർ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോ ഈ പറയുന്ന വൈദ്യന്മാരൊക്കെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞാലും ശോധനയൊക്കെ ക്ലിയർ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് നമ്മളോട്. പക്ഷെ നമ്മൾ പറയും ഇല്ല വൈദ്യരെ, 2 ദിവസം കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ പോവുള്ളൂ, അല്ലെ 3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ പോവുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചോളാണ് ശോധനക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അവരുടെ ദഹന പ്രക്രിയ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ച് സ്ലോ ആണ്. പുരുഷന് ദഹിക്കുന്ന അത്രയും സമയം പോരാ സ്ത്രീകൾക്ക് ദഹിക്കാൻ. അവരുടെ ശരീരഘടനയായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ സൃഷ്ടിയിൽ അങ്ങനെ വന്നതാണ്, ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു പ്രൊഡക്റ്റാണ് ഫുൾ ആൻഡ് ഈസി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അത് നമുക്ക് പൊടി രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ സാഷയില് പൊടി രൂപത്തിലായി നമുക്ക് കിട്ടുന്നത്. 6.25 ഗ്രാം വരുന്ന ഓരോ സാഷയാണ് അതിനകത്തുള്ളത്. അങ്ങനത്തെ 10 സാഷ അടങ്ങിയിട്ടുള്ള ഒരു പാക്കാണ് ഫുൾ ആൻഡ് ഈസിയുടെ ഒരു പാക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് ദഹന പ്രശ്നമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചോളം, ഈ പറയുന്ന കോംപ്ലിക്കേഷനുള്ള ആളുകളെ സംബന്ധിച്ചോളം ഒരു 1-2 ബോട്ടിൽ ബോക്സ് വാങ്ങി വെക്കുക. 2-3 മാക്സിമം പോയാൽ 3 വാങ്ങി വെക്കുക. 1 മാസത്തിലപ്പുറം ഒന്നും കഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ചില ആളുകൾക്ക് ആദ്യത്തെ ഒരു ബോക്സ് കൊണ്ടുവരുന്ന നല്ല റിസൾട്ട് ഉണ്ടാവും. ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നോർമൽ ആയിക്കൊള്ളുന്ന ആളുകളുണ്ടാവും. അവർക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന പ്രൊഡക്റ്റ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇസഫ്ഗോൾ എന്ന് പറയുന്ന ഒരു തരം ധാന്യമാണ്. തവിടിന്റെ അംശം നന്നായി അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ്. തെനവർഗത്തിൽ പെടുന്ന ഒരു ധാന്യമാണ് ഈ പറയുന്ന ഇസഫ്ഗോൾ എന്ന് പറയുന്നത്. അതിന് സംസ്കൃതത്തിൽ കർക്കിടക ശൃംഗി എന്നൊക്കെ പറയും, അല്ലെ സ്നിഗ്ധ ജീരകം എന്നൊക്കെ പറയും. അശ്വകർണ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്, പല പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. അശ്വകർണ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം ചെറുങ്ങനെ ഒന്ന് ഒട്ടിയിട്ട് ഒരു ചെവിയുടെ രൂപമാണ്. ചെവി അങ്ങനെയാണല്ലോ, പുറമെ തള്ളിയും ഉള്ളിൽ കുഴിഞ്ഞിട്ടും അങ്ങനെ അതേപോലുള്ള ഒരു ഘടനയുള്ള ഒരു തരം ധാന്യമായതുകൊണ്ടാണ് അശ്വകർണ എന്ന് പറയുന്ന പേരുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ പറഞ്ഞ 6.25 ഗ്രാമുള്ള ഈ പ്രൊഡക്റ്റിനകത്ത് ഏകദേശം 3 ഗ്രാമും ഈ പറയുന്ന തവിടാണ് ഉള്ളത്. അപ്പൊ തവിട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ദഹനത്തിന് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ദഹനത്തിന് നന്നായി സഹായിക്കും. അത് ഭാരം കുറയ്ക്കാനും അതേപോലെ ശരീരത്തിന് ഒരു കൂളന്റ് ആയിട്ട് താപത്തെ കുറക്കാൻ, നമുക്ക് ഉഷ്ണകാലമായി കഴിഞ്ഞാൽ ചില ആൾക്ക് ചൂടെടുത്തിട്ട് രക്ഷ ഉണ്ടാകും. പല കാരണങ്ങളുണ്ട്. ചില ആൾക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, ഗർഭപാത്രം എടുത്ത് നീക്കിയ ആളുകൾക്കൊക്കെ ചൂട് താങ്ങാൻ പറ്റില്ല, അത്രയും ചൂടൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ ശരീരത്തിന് തണുപ്പിക്കാൻ കൂടെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്നത്. നല്ല ദഹനത്തിന് സഹായിക്കുന്നു. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈബർ റിച്ച് ആയതുകൊണ്ട്. അതുപോലെ തന്നെ നന്നായി ഫൈബർ ചെന്ന് കഴിഞ്ഞാൽ കൊഴുപ്പിന് അടിഞ്ഞുകൂടുന്ന ഇല്ലാതാക്കുകയും പൊതുവെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ത്രിഫല ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ത്രിഫല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇമ്മ്യൂണോ പ്ലസ് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ത്രിഫല, കടുക്ക, നെല്ലിക്ക, താനിക്ക, അത് ഇതിനകത്ത് 250 മില്ലിഗ്രാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ മറ്റൊന്നാണ് സെന്ന. സെന്ന എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മുകളിൽ സെന്ന എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ആനത്തവര എന്നാണ് പച്ച മലയാളത്തിൽ അതിനെ അറിയപ്പെടുന്നത്. ആനത്തവരക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇത് ആന്റി ഫംഗൽ ആണ് എന്നുള്ളതാണ്. ഫംഗൽ ആയിട്ടുള്ള എന്താ പറയാ പൂപ്പലായിട്ടുള്ള എന്ത് കാര്യങ്ങളെയും ശരീരത്തിൽ വട്ടച്ചൊറി പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ പുളിയില എന്നൊക്കെ പറയല്ലോ, അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മുറിവ് ഉണക്കാൻ ഏറ്റവും നല്ലതാണ്. ആന്തരികമായിട്ടുള്ള മുറിവൊക്കെ ഉണ്ടാവും, അതായത് മലദ്വാരത്തിലൊക്കെ പൊട്ടലും ഒക്കെ വരുന്നു എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ശോധന നല്ല ക്ലിയർ അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷമവുമായിട്ട് ബന്ധപ്പെട്ട് പൊട്ടലും ചെറിയ ബ്ലഡ് ഒക്കെ വരും. അങ്ങനെ വരുന്ന ആ പൊട്ടലിനെ മുറിവിനൊക്കെ എത്രയും ഫാസ്റ്റ് ആയിട്ട് ഉണക്കാൻ ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ആനത്തവര ചേർത്തിട്ടുള്ളത്. ഇതും അതുപോലെ ദഹനത്തെ നന്നായി സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ആനത്തവര. സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഇത്. സ്കിന്നിൽ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്കിന്നൊക്കെ നല്ല കളർ കിട്ടാനും സഹായിക്കുന്ന ഒരു ഘടകമാണ്. സ്വർണ്ണപത്രി എന്നാണ് മലയാളത്തിൽ അതിനെ പറയുക, അല്ല സംസ്കൃതത്തിൽ പറയുന്നത് ആനത്തവര എന്ന് നമ്മുടെ നാട്ടിൽ നല്ല പച്ച മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കും. മറ്റൊന്നാണ് കണിക്കൊന്ന. കണിക്കൊന്ന എന്തിനാണെന്ന് നമുക്കൊക്കെ അറിയാം. ലിവഗെയിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് കണിക്കൊന്ന. ആ കണിക്കൊന്ന കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ദഹനത്തെ സംബന്ധിച്ച് സഹായിക്കുന്ന എൻസൈമുകളെ നന്നായി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതാത് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് കണിക്കൊന്നയുടെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ത്രിവൃത് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. നിഷോത്ത് എന്ന് പറയും. വേറെ അതിന് പേരുള്ള ത്രികോൽപ്പക്കൊന്ന എന്ന് പറയും. കൊന്നയുടെ മരം പോലെ വലിയ കൊന്ന മരമല്ല, ത്രികോൽപ്പക്കൊന്ന എന്ന് പറഞ്ഞ വള്ളിച്ചെടിയാണ്. ആ വള്ളിച്ചെടിക്ക് ഒരുപാട് ഔഷധ മൂല്യമുണ്ട്. ഇത് മലബന്ധത്തെ തടയാൻ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ആണ്. പൈൽസിനെ ഇല്ലാതാക്കാൻ നല്ലതാണ്. ഇപ്പൊ പൈൽസിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും ഇത് നല്ലതാണ്. പൊണ്ണത്തടി കുറക്കാൻ ഇത് സഹായിക്കും. ചുമ പോലുള്ള പ്രശ്നങ്ങൾ, ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. പൊതുവെ മലബന്ധമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് കൃമിശല്യം ഉണ്ടാവും. അങ്ങനെ അതിനെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ ഇതിൻ്റെ അകത്ത് മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, ഇത് ആമവാദമുള്ള ആളുകളെ സംബന്ധിച്ചോളം അതിനെ ശമിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ഫുൾ ആൻഡ് ഈസി. അപ്പോ ആമവാദമുള്ള ആളുകൾക്ക് നമ്മൾ നോവേദന ക്യാപ്സൂൾ കൊടുക്കാറുണ്ട്, സ്പൈറലിനെ കൊടുക്കാറില്ല, കൊടുക്കരുത്. അപ്പോ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ആമവാദമുള്ള ആളുകൾക്ക് നോവേദന ക്യാപ്സൂളും അതിനോടൊപ്പം ഈ പറയുന്ന ഫുൾ ആൻഡ് ഈസി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ കൊടുക്കാം. പക്ഷെ ഫുൾ ആൻഡ് ഈസി അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ഫുൾ ആൻഡ് ഈസി. ഇത് സ്ഥിരമായി ഉപയോഗിക്കണം എന്നില്ല, സ്ഥിരമായി ഉപയോഗിക്കാനുള്ള കാര്യങ്ങളല്ല ഇനി പറയുന്നത്. ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്തോ ഇനി അതിനുള്ളൊരു സൂചന തരുന്ന സമയത്തോ നമുക്കതിനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനെ കാണണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പൊ ഫുൾ ആൻഡ് ഈസി ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഫുൾ ആൻഡ് ഈസി കഴിക്കേണ്ട രീതി, രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ പൊടി ഇട്ട് നന്നായി ഇളക്കി കഴിക്കുക. കംപ്ലീറ്റ് ഒരിക്കലും ഇളകി കിട്ടില്ല, അത്രയും എന്താ പറയുക പശിമയുള്ള ഒരു ഘടകമാണ് ഈ പറഞ്ഞ ഫുൾ ആൻഡ് ഈസി. അപ്പൊ ഒന്നുകൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഗ്ലാസ് കഴുകി അങ്ങോട്ട് കുടിക്കുക. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ച ഉടനെ കിടന്നുറങ്ങരുത്, 2 മണിക്കൂർ ഗ്യാപ്പിടണം എന്ന് പറയുന്നുണ്ട്. പൊതുവെ ഇതിന് മാത്രമല്ല, അതെന്തുകൊണ്ടാണ് ഇതിനങ്ങോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, രാത്രി പല ആളുകളുടെയും പ്രശ്നമാണ് നേരം വൈകിയാണ് വീട്ടിൽ വരിക, ഭക്ഷണം കഴിച്ച് ആ സ്പോട്ട് പോയി കിടന്നുറങ്ങും. അതിന് ഭക്ഷണം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭക്ഷണം പ്രാഥമികമായിട്ടുള്ള ഒരു ദഹന പ്രക്രിയ കഴിയണമെങ്കിൽ 2 മണിക്കൂർ കഴിയും. ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അതായത് നേരം വൈകിയാണ് വീട്ടിലെത്തുന്നതെങ്കിൽ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞേക്കുക, ഇന്ന് എനിക്ക് ഭക്ഷണം വേണ്ട, എന്നിട്ട് വഴിക്കുന്ന എവിടെന്നെങ്കിലും കഴിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഫുൾ ആൻഡ് ഈസി കഴിക്കുന്ന സമയത്ത് നമ്മൾ 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഉറങ്ങുകയാണെങ്കിൽ നല്ല ഗുണം ചെയ്യും എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ പറയാനുള്ളത്. അപ്പൊ സ്വാഭാവികമായി നമുക്ക് മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് തുടക്കമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇത് പല ബുദ്ധിമുട്ടുകളിലേക്ക് മാറുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് പൈൽസിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് പറയാനുള്ളത് പൈൽസ് CC എന്ന് പറയുന്ന ഒരു ക്യാപ്സ്യൂളിനെ പറ്റിയാണ്. അതിനോടൊപ്പം ഒരു ക്രീം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു കോമ്പിനേഷൻ പാക്കേജ് ആണ്, പൈൽസ് CC ക്യാപ്സ്യൂളും പൈൽസ് CC ക്രീമും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്. പൈൽസിന്റെ എന്തെങ്കിലും ലക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് പൈൽസ് CC എന്ന് പറയുന്നത്. ഇനി പൈൽസിന്റെ വലിയ കോംപ്ലിക്കേഷൻ അനുഭവിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിന്റെ ഡോസേജ് ഒന്ന് കൂട്ടി ഉപയോഗിക്കാം. സാധാരണഗതിക്ക് ഇത് ഒരു ക്യാപ്സൂൾ രാവിലെയും ഒരു ക്യാപ്സൂൾ രാത്രിയുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കോംപ്ലിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് 2 ക്യാപ്സൂൾ വെച്ച് ഇത് ഉപയോഗിക്കാൻ പറ്റും. 2 ക്യാപ്സൂൾ രാവിലെയും 2 ക്യാപ്സൂൾ രാത്രിയുമാണ് ഉപയോഗിക്കാൻ നല്ലത്. നല്ല കോംപ്ലിക്കേഷൻ ഉള്ള ആളുകൾക്ക്, അതായത് ഇത് വേദന കൊണ്ട് പൊളഞ്ഞ് കിടന്നു ഉരുളുന്ന ആളുകൾ,
ബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൈൽസ് എന്ന് പറയുന്ന അസുഖത്തെ പറ്റി ആരും ആരോടും സംസാരിക്കില്ല എന്നുള്ളതാണ് ഇത്രയും കോംപ്ലിക്കേഷൻ ആകാനുള്ള കാരണം. മനുഷ്യന്റെ ശരീരത്തിലുള്ള ഏത് അവയവവും മറ്റൊരാൾ പറയുന്നതിനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന സമയത്തോ ഒരു കുറവും വിചാരിക്കേണ്ട ആവശ്യമില്ല. മലദ്വാരം നമ്മളതാണ്, മൂക്ക് നമ്മളതാണെങ്കിൽ, ചെവി നമ്മളതാണെങ്കിൽ, കണ്ണ് നമ്മളതാണെങ്കിൽ അതിനൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് പബ്ലിക്കായിട്ട് കൊണ്ട് നടക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. മലദ്വാരത്തിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഡോക്ടറെ കാണിക്കണം, സാറേ എനിക്ക് ഇന്നേ പ്രശ്നമുണ്ട്. ലൈംഗിക അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യത്തെ പറയണം, സാറേ എനിക്ക് ഇന്നേ പ്രശ്നമുണ്ട്. അത് കാണിക്കാനും അല്ലെങ്കിൽ ചികിത്സിക്കാനും ഒക്കെയുള്ള സന്നദ്ധത നമ്മൾ അറിയുന്ന ആളുകൾ ചെയ്യണം. പല ആളുകൾ ഇതിനൊക്കെ ഒരു കുറവായിട്ടാണ് കാണുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഭാഗമല്ലേ, എന്തിനാ കുറവിന്റെ ആവശ്യം? അപ്പോ പക്ഷെ രഹസ്യമായി കൊണ്ട് നടക്കേണ്ടത് രഹസ്യമായി കൊണ്ടുനടക്കണം എന്ന് വെച്ച് പരസ്യമാക്കാനല്ല ഞാൻ പറയുന്നത്. ആവശ്യമുള്ള സമയത്ത് അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം, സംസാരിക്കണം, പറയണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദഹന പ്രക്രിയ ക്ലിയർ അല്ലെങ്കിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പൈൽസ് CC. ഇനി ദഹന പ്രക്രിയ ക്ലിയർ ആണെങ്കിൽ പോലും ചിലപ്പം വന്നേക്കാം. ശരീരത്തിന്റെ മസിൽസിനൊക്കെ ക്ഷയം സംഭവിക്കുന്ന സമയത്ത്, പേശികൾക്ക് ബലക്ഷയം വരുന്ന സമയത്തും ഈ പറയുന്ന പ്രശ്നങ്ങൾ വരാം. അതൊക്കെ അപൂർവമാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് മലബന്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ അതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ സഹായിക്കുന്ന, പല സമയത്തും അലോപ്പതിയിൽ പൈൽസിന് കൃത്യമായ ഒരു ചികിത്സ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വ്യാജ വൈദ്യന്മാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലുള്ളത്. പൈൽസിന് നൂലിട്ട് കെട്ടി അവസാനം അത് മുറിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കില്ല. അത്രയും ഭാഗത്തുള്ള പേശി ബലക്ഷയം സംഭവിച്ച പേശികളെ മുറിച്ച് മാറ്റി ഇൻഫെക്ഷൻ വന്ന് മരണത്തിന് കീഴടങ്ങി എത്രയോ ആളുകളെ എനിക്കറിയാം. ഞാൻ നേരത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. എന്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ അതേ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആള്, ഇതേപോലെ കല്ലാച്ചിയുള്ള ഒരാളാണ്. ഒരു പാവം മനുഷ്യൻ. അയാള്, ഞാൻ പിന്നീട് ഒരു ദിവസം അറിയുന്നത്, പൈൽസിന് അവിടെ അടുത്തുള്ള ഏതൊരു വൈദ്യരത്ത് പോയി കെട്ടിട്ട് അതിനെ കുടുക്കിട്ട് അവിടെ ഇൻഫെക്ഷനായി ആരോടും പറയാതെ അയാൾ മരിച്ചുപോയത് ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് പൈൽസ് CC എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റ്, ഒരുപാട് കണ്ടന്റുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഹീരബോൾ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഒരുതരം പശയാണ്. നമ്മളെ കുന്തിരിക്കൊക്കെ പറയും പോലെ തന്നെ ഒരുതരം പശയാണ് ഹീരാബോൾ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതൊരു 135 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മഞ്ഞളൊക്കെ എന്തിനാന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടുന്ന ഇല്ലാതാക്കാനും മുറിവിനൊക്കെ ഉണക്കാനൊക്കെ സഹായിക്കുന്നതാണ് മരമഞ്ഞൾ എന്ന് പറയുന്നത്. അതുപോലെ ചുവന്ന മന്ദാരം നമ്മൾ ചേർക്കുന്നത് ഒന്ന് നമ്മളെ തൈറോയിഡുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷനുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഓവറിയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷനുള്ള ആളുകൾക്കൊക്കെ സൈക്ലോവയിലും അതുപോലെ തന്നെ തൈ ഹെൽത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചുവന്ന മന്ദാരം. അത് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് 18 മില്ലിഗ്രാം ഉള്ളത്. അത് നീർക്കെട്ടുകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നെല്ലിക്ക നമ്മളെ കവചപ്രാശിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് കണ്ടന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ പല പ്രൊഡക്റ്റിലും കടുക്ക, നെല്ലിക്ക, താനിക്ക, കടങ്ങി, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ നെല്ലിക്ക ഉണ്ട്. നെല്ലിക്കയുടെ ഔഷധ ഗുണമൊക്കെ ഞാൻ 2 ദിവസം മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ താനിക്ക, കടുക്ക, അതായത് കടുക്ക, നെല്ലിക്ക, താനിക്ക ഇത് മൂന്നും ചേർന്നതാണ് ത്രിഫല എന്ന് പറയുന്നത്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്, ആ ഇമ്മ്യൂണോതെറാപ്പി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഇത് കഴിക്കുന്ന ആളുകൾ ഇമ്മ്യൂണോതെറാപ്പി കഴിക്കണം എന്നില്ല. നമ്മൾ ചില ആളുകൾ എല്ലാം കൂടെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അത് കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് പൈൽസ് CC ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകൾ ഇമ്മ്യൂണോതെറാപ്പി കഴിക്കണം എന്നില്ല. ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് ഒരു ഗുണം. അതുപോലെ തന്നെ കണിക്കൊന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മളെ ലിവഗൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ അകത്ത് കണിക്കൊന്ന അടങ്ങിയിട്ടുണ്ട്. അത് എൻസൈംസിന്റെ ഉത്പാദനത്തിനൊക്കെ സഹായിക്കുന്നതാണ്. ലിവർ ഫംഗ്ഷനെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും. വേപ്പ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ശരീര ശുദ്ധീകരണത്തിനാണ്. നമ്മൾ എന്താ പറയാ, പൈൽസ് എന്ന് പറയുന്ന സമയത്ത് കുടലിനൊക്കെ ഒന്ന് ശുദ്ധീകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അതിനകത്ത് ചേർത്തുള്ളത്. ഒരു നാഗകേസരം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മള് കവചപ്രാശിനകത്ത് നാഗകേസരം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ വരെ സംസാരിച്ച ഡെയിലി യൂസേജ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇനി അങ്ങോട്ട് പറയുന്ന ഒരു പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരില്ല, നമ്മൾ ഇന്നലെ വരെ സംസാരിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ചില ആളുടെ എല്ലാം കൂടെ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവല്ലോ. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലൊക്കെ കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്നലെ വരെ ഞാൻ സംസാരിച്ച പ്രൊഡക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കിയ ആളുകൾക്ക് ഇനി ഞാൻ പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഇത് നമ്മൾ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണലി കഴിക്കേണ്ട പ്രൊഡക്റ്റുകളായിട്ട് വേണമെങ്കിൽ മാറ്റാം. നേരത്തെ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ കഴിക്കേണ്ട ആളുകൾ സീസണലി പോലും കഴിക്കേണ്ടതില്ല. എന്നാൽ ഇതൊന്നും കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ചോളം ഒരു സീസണലി, ഒരു വർഷത്തിൽ 1 മാസത്തെ കോഴ്സോ
ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ വർഷത്തിൽ ഒരു 3 മാസോ 4 മാസം തുടർച്ചയായി വരുന്ന ഒരു എന്താ പറയുക ഒരു പീരീഡ്സിലായിട്ടോ നമ്മൾ കഴിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്നതൊക്കെ തന്നെ. അപ്പോ നാഗകേസരം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ പർപ്പടകം അത് അടങ്ങിയിട്ടുണ്ട്, കുർക്കുന്ത എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ ലജ്ജാവതി എന്ന് പറഞ്ഞാൽ അല്ല ആ ലജ്ജാവതി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ലജ്ജാവതി തന്നെ. ലജ്ജാലു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലജ്ജാലു ആയിട്ടുള്ള ചെടി നമുക്കറിയാം, പ്രകൃതിയുള്ളതാണ്. തൊട്ടാവാടി എന്ന് പറയും. ഒന്ന് തൊട്ട അന്നേരം വാടും. തൊട്ടാവാടി അതിന്റെ ഇല വാടുന്നത് മാത്രമല്ല തൊട്ടാവാടി എന്ന് പറയുന്നത്, ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് തൊട്ടാ മതി വാടും. നമ്മളൊരു വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വൂണ്ട് ഹീലിംഗിന് പകരം ഞാൻ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ മുതൽ ഇങ്ങോട്ട് നമ്മളെ വൂണ്ട് ഹീലിംഗ് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടുന്നത് വരെ ഞാൻ ഉപയോഗിച്ച വൂണ്ട് ഹീലിംഗ് ആണ് തൊട്ടാവാടിയുടെ നീര്. തൊട്ടാവാടിയുടെ ഒരു ഞെട്ട് പറിക്കുന്ന സമയത്ത് ഒരു ചെറിയ നീര് വരും. ആ നീര് എവിടെയാണോ മുറിവ് വന്ന് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ മാർക്ക് ഇല്ലാതെ ഉണങ്ങുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വൂണ്ട് ഹീലിംഗ് ആണ് യഥാർത്ഥത്തിൽ തൊട്ടാവാടി എന്ന് പറയുന്നത്. ഇതിനകത്ത് അതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. കഞ്ഞെണ്ണി അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കർപ്പൂരം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ കാണുന്ന കർപ്പൂരം അല്ല കേട്ടോ. കർപ്പൂരം നമ്മൾ വെളുത്ത കളറുള്ള ക്രിസ്റ്റൽ രൂപത്തിലുള്ള കർപ്പൂരാണ്. അത് കെമിക്കൽ ആയിട്ടുണ്ടാകുന്ന കർപ്പൂരാണ്, പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. പക്ഷെ കർപ്പൂരം എന്ന് പറയുന്ന ഒരു മരമുണ്ട്. കർപ്പൂരം എന്ന് പറയുന്ന മരം പച്ച കർപ്പൂരം അല്ല. ചില ആള് പച്ച കർപ്പൂരം ചെടിയായിട്ട് കാണും. കർപ്പൂരം എന്ന് പറഞ്ഞ മരമുണ്ട്, അതിന്റെ കറയാണ് യഥാർത്ഥത്തിൽ കർപ്പൂരം. അതാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്, കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കർപ്പൂരാണ്. അപ്പൊ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പൈൽസ് CC എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് പൈൽസ് ഉള്ള ആളുകൾക്ക്, ദഹന പ്രശ്നത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു സീസണലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി പൈൽസിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു 3 മാസത്തെ മിനിമം കോഴ്സായിട്ട് ഇതിനെ കാണണം. ഇനി ഇതൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് വരാതിരിക്കാൻ വേണ്ടി വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് വെറുതെ കഴിക്കുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ കണ്ടന്റുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി കവചപ്രാശൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിന്റെ ആവശ്യമില്ല, അവർക്ക് അങ്ങനത്തെ വരില്ല. ഇനി ദഹനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോംപ്ലിക്കേഷൻ ആണ് പല ആളുകൾക്ക് ഉണ്ടാകുന്നത്, അസിഡിറ്റി, നെഞ്ചരിച്ചല്. എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നെഞ്ചൊട്ടാകെ മൊത്തം എരിഞ്ഞ് ബുദ്ധിമുട്ടാകുന്ന ആളുകളുണ്ട്. എനിക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പ്രശ്നം, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഹോട്ടലിൽ നിന്നൊക്കെ ഒരു ഭക്ഷണം കഴിച്ചാൽ എണ്ണ മാറിയാൽ നെഞ്ഞെരിഞ്ഞ് രക്ഷ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അവിഭക്തിക ചൂർണം എന്ന് പറയുന്ന ഒരു ചൂർണ്ണമുണ്ട്. ആ ചൂർണത്തിന് ടാബ്ലറ്റ് രൂപത്തിലാക്കി നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ആ ചൂർണത്തിന്റെ പേര് അവിഭക്തിക ചൂർണം എന്നാണ് ഞാൻ പറഞ്ഞു. അതിനെ നമുക്ക് ചൂർണമായിട്ടല്ല കിട്ടുന്നത്, നല്ല പാൻസിന്റെ ഒക്കെ ബട്ടന്റെ വലിപ്പത്തിലുള്ള വലിയൊരു ടാബ്ലറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിൽ ടാബ്ലറ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു കാരണമുണ്ട്. വലിയ ടാബ്ലറ്റ് വിഴുങ്ങാൻ പറ്റില്ല, വിഴുങ്ങാനല്ല തന്നത്. ചില ആള് കടിച്ചു പൊട്ടിച്ച് കഴിക്കും. 2-4 കഷ്ണാക്കി വിഴുങ്ങുന്ന ആളുകളുണ്ട്, വെള്ളം കൂട്ടിയിട്ട്. ചെയ്യരുത്, അത് അങ്ങനെ ചെയ്യാനുള്ളതല്ല അത്. കാരണം ഇത് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈമാണ് ഉമിനീര് എന്ന് പറയുന്നത്. അസിഡിറ്റി എന്ന് പറയുന്നത് ശരീരത്തിൽ വായിന്ന് അങ്ങോട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ, അന്നനാളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് വരുന്ന ദഹനരസത്തിന്റെ ഒക്കെ പ്രത്യേകത അസിഡിക്കാണ്, ആസിഡാണ് വരുന്നത്. എന്നാൽ ഇത് ആൽക്കലൈനാണ്. ഉമിനീര് പുളിപ്പല്ല, ആൽക്കലൈനാണ് ഉമിനീര്. ആൽക്കലൈൻ ആയിട്ടുള്ള പാർട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസിഡിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ചെല്ലുന്ന സമയത്ത് അതിനെ ദഹിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഉമിനീരാണ്. അപ്പൊ അസിഡിറ്റി എന്ന് പറഞ്ഞ പ്രോബ്ലം വരുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാൻ, ശമിപ്പിക്കാൻ നന്നായി തീ കത്തുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെയാണ് ഉമിനീര് ചെന്നാൽ ഉള്ള അവസ്ഥ. അപ്പൊ നന്നായി ഉമിനീര് വേണം എന്നുള്ളത് കൊണ്ടാണ് അലിയിച്ച് കഴിക്കാൻ പറയുന്നത്. അലിയിച്ച് മാത്രമേ കഴിക്കാവൂ. ഇത് വായിലിടുക, അങ്ങനെ നുണച്ചറിയിക്കൊള്ളുക. ഡെയിലി 1 കഴിച്ചാൽ മതി. ഇനി തുടക്കത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിഞ്ഞ്, ഉച്ചക്കത്തെ ഭക്ഷണം കഴിയുന്ന സമയത്ത് പലർക്കും ഇത് ബുദ്ധിമുട്ട് വരിക. ഒന്നെടുത്ത് ഭക്ഷണം കഴിച്ച് ഒന്ന് വായിൽ വെച്ച് നുണച്ചങ്ങനെ പോയിക്കൊള്ളുക. 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ടിട്ട് ഒന്നുകൂടെ കഴിച്ചേക്കുക. തുടക്കത്തിൽ അങ്ങനെ ചെയ്യാം. പിന്നീട് അങ്ങോട്ട് ഡെയിലി 1 കഴിച്ചാൽ മതി. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ നമുക്ക് 10 എണ്ണം വീതമുള്ള ഒരു ചെറിയ കുറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 3 എണ്ണം ഉണ്ടാവും. നമ്മുടെ ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിന്റെ കണ്ടന്റിനകത്ത് പാക്കറ്റിലേക്ക് വരുന്ന 3 എണ്ണമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് എല്ലാവർക്കും അറിയാം. അതിനകത്ത് കിട്ടുന്ന ടേസ്റ്റ് ഒരു എരിവും ഒരു കുത്തലും ഒരു മധുരവും ഒക്കെ ചേർത്തിട്ടാണ്. ആ മധുരത്തിന് സഹായിക്കുന്ന ശർക്കരയാണ്. അത് വെല്ലം, നമ്മൾ ശർക്കര എന്ന് പറഞ്ഞാൽ പഞ്ചസാരയല്ല. ഷുഗറുള്ള ആളുകൾക്കും ശർക്കര വലിയ പ്രശ്നമൊന്നുമല്ല, പഞ്ചസാരയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അതാണുള്ളത്. പിന്നെ നമുക്കറിയാം ഇഞ്ചി, കുരുമുളക്, തിപ്പല്ലി, ചുക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. കടുക്ക, നെല്ലിക്ക, താനിക്ക അതിനടങ്ങിയിട്ടുണ്ട്. മുത്തങ്ങ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് ഉപ്പ് വെള്ളം വായിൽ കവിൾ നോക്കിയിട്ടുണ്ട് നമ്മള്, തൊണ്ടൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോ
അതിനകത്ത് പഞ്ചലവണങ്ങളിൽ ഒന്നായിട്ടുള്ള അമോണിയം ക്ലോറൈഡ്, നമ്മൾ സോഡിയം ക്ലോറൈഡാണ് സാധാരണ ഉപ്പ്, പക്ഷെ ഇതിനകത്ത് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഉപ്പാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. സാധാരണ ഉപ്പല്ല. അത് പഞ്ചലവണങ്ങൾ, ആയുർവേദത്തിൽ പഞ്ചലവണങ്ങൾ എന്ന് പറഞ്ഞ 5 തരത്തിലുള്ള ഉപ്പ് പറയുന്നുണ്ട്. ആ 5 തരത്തിലുള്ള ഉപ്പിനകത്ത് ബ്ലാക്ക് സാൾട്ട് എന്ന് പറയുന്നുണ്ട്, റോക്ക് സാൾട്ട് ഉണ്ട്, പിന്നെ അതുപോലെ നമുക്കൊന്ന് പരിചയം ഇല്ലാത്തൊരു സാധനമുണ്ട്, ഔദ്ഭിത ലവണം എന്ന് പറയുന്ന ഒരു ഉപ്പുണ്ട്, കടലുപ്പുണ്ട്. അങ്ങനെയുള്ള കുറെ ഉപ്പുകൾ ഇതിനകത്തുണ്ട്. 5 തരത്തിലുള്ള ഉപ്പുണ്ട്. അതിൽ അമോണിയം സൾഫേറ്റ് അല്ല, സോറി, അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോ ആ ഉപ്പ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വായുവിലങ്കം, വിലാൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഏലം, കൂവളയില, ഗ്രാമ്പു എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ ആൻഡ് ഈസിയിൽ അടങ്ങിയിട്ടുള്ള ത്രിവൃത് എന്ന് പറയുന്ന ത്രികോൽപ്പക്കൊന്ന എന്ന് പറയുന്ന കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ദഹനത്തെ സഹായിക്കും, അതേപോലെ തന്നെ പൈൽസിനെ ഇല്ലാതാക്കും, അസിഡിറ്റിയെ ഇല്ലാതാക്കും, ശരീരത്തിന് ഓവറോൾ ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ഹെർബൽ ആന്റാസിഡ്. ഇത് സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. എപ്പോഴും അസിഡിറ്റി ബുദ്ധിമുട്ടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 1-2 മാസമൊക്കെ നമ്മൾ വാഹനത്തിലൊക്കെ വെച്ച് പോകുന്ന സമയത്ത് ഒന്നെടുത്ത് രാത്രിയോ, അല്ല സോറി, നല്ല ബുദ്ധിമുട്ട് രാത്രിയാണ് ഉള്ളതെങ്കിൽ അങ്ങനെ കഴിച്ചു, അല്ലെങ്കിൽ ഉച്ച സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. ഭക്ഷണം യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നെടുത്ത് അങ്ങിട്ടേക്കുക വായിൽ, അതങ്ങനെ നുണച്ചു പോവുക. അത് നമുക്ക് എപ്പോഴാണോ മാറുന്നത് ആ സമയത്ത് നിർത്താം. അപ്പൊ അത്രയും മാത്രം കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന പ്രൊഡക്റ്റ്. ഇനി നമ്മളൊക്കെ പറയുന്ന സമയത്തും നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാം, വീട്ടിലുള്ള വേറെ എവിടെ പറയാം, എനിക്കിങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചെറിയ മക്കൾക്ക് പറയാൻ പറ്റാത്ത കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് നിലവിളിക്കാൻ മാത്രമേ അറിയൂ. ചെറിയ മക്കൾക്ക്, വളരെ ചെറിയ കുട്ടികളുണ്ടാവും. ചില കുട്ടികളൊക്കെ ഏത് സമയത്തും കരയുന്ന കാണാം. പല സമയത്തും മുലകുടിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന കുട്ടികൾ പിന്നെ കരച്ചിലാ. കാരണം ഇവർക്ക് വയറ്റുന്ന വേദന, ഭയങ്കര വയറ്റുന്ന വേദന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഉമ്മമാരും അമ്മമാരൊക്കെ പറയും, കുട്ടിക്ക് വയറ്റുന്ന വേദന ഉണ്ടോലു ഒക്കെ പറഞ്ഞിങ്ങനെ പറയും. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പ്രശ്നം. ഇവർക്ക് ലിവർ ഫംഗ്ഷൻ ഒരു കേടും ഉണ്ടായിട്ടല്ല, നല്ല പെർഫെക്റ്റ് ലിവറാണ്, ജനിച്ച പാടുള്ള കുട്ടിയല്ലേ. പക്ഷെ ലിവർ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല കൃത്യമായിട്ട്. പുറമേ നിന്ന് കിട്ടുന്ന ഭക്ഷണവും ഒന്നും, അല്ലെങ്കിൽ അതുവരെ രക്തത്തിൽ കൂടെ മാത്രം പോഷകങ്ങൾ എത്തിയതിനു ശേഷം ആദ്യമായിട്ട് ദഹിക്കാനുള്ള മുലപ്പാലാണ് ആദ്യം ചെല്ലുന്നത്. മുലപ്പാല് പോഷക സമൃദ്ധ, അതിനേക്കാൾ പോഷക സമൃദ്ധമായിട്ട് ഒരു ഭക്ഷണം ഒരു കുട്ടിക്കും കിട്ടാനില്ല. പക്ഷെ ആ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ദഹിപ്പിക്കാനുള്ള ദഹന രസം ഉൽപ്പാദിപ്പിക്കാനൊന്നും തുടക്കത്തിൽ നമ്മളൊക്കെ ബിസിനസ് തുടങ്ങിയ പോലെ തന്നെ എന്തൊക്കെയോ ഫൗള് ചെയ്യും, അല്ലെങ്കിൽ അതിനുള്ള കൃത്യമായ രീതിയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, ആ ചെറിയ കുഞ്ഞിന്റെ ലിവറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, അതിന്റെ ദഹന പ്രക്രിയയെ ഒന്ന് ക്ലിയർ ആക്കുക. അതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ചെറിയ കുട്ടികൾക്കുള്ള പ്രൊഡക്റ്റാണ് ആയുവീർ എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ്. അതിന്റെ മുകളിൽ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫില്ലർ, നമ്മളെന്താ പറയുക, മഷിയൊക്കെ നിറക്കുന്ന പോലത്തെ ഒരു ഫില്ലർ അതിന്റെ കൂടെ ടോപ്പിനോടൊപ്പം വരുന്നുണ്ട്. അതിനകത്ത് 15ൽ കൂടുതൽ ആയുർവേദ ചേരുവകൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ ലിവഗെയിന്റെ ഒന്നുകൂടെ മെച്ചപ്പെട്ട ഒരു പതിപ്പാണ് ഈ പറയുന്ന ചെറിയ കുട്ടികൾക്കുള്ള ലിവഗെയിൻ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റാണ് ആയുവീർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ക്ഷമിക്കണം, ഞാനും ഇന്ന് മൂക്കൊക്കെ അടഞ്ഞിട്ട് ബുദ്ധിമുട്ടിലാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പ്രോനാസിക് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഒന്ന് കീഴാർ നെല്ലി എന്ന് പറയുന്ന ഒരു ഘടകമാണ്. കീഴാർ നെല്ലി നമുക്കറിയാം ലിവറിന് ഫംഗ്ഷൻ പെർഫെക്റ്റ് ആക്കാൻ ഏറ്റവും നല്ലതാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് കീഴാർ നെല്ലി. കീഴാർ നെല്ലി ചില ആളൊക്കെ പാലിലൊക്കെ അരച്ച് അതിന്റെ പാലിലൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിന്റെ പാലൊക്കെ കുടിക്കാറുണ്ട് കീഴാർ നെല്ലിയുടെ. അത് 40 മില്ലിഗ്രാം ഇതിനകത്ത് കീഴാർ നെല്ലിയാണുള്ളത്. പിന്നെ അതുപോലെ തഴുതാമ ഒരിക്കലും മോശമല്ല, ആർക്കും നല്ലതാണ്. തഴുതാമ ഇതിനകത്ത് 40 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ രേവഞ്ചിനി, നമ്മളെ ലേവഞ്ചിനി, കറ്റമരി, ചിക്കാരി, കയ്യോന്നി, കണിക്കൊന്ന എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തായിരുന്നു ലിവഗൈൻ്റെ അകത്താണ്. അപ്പൊ ഇതിനകത്ത് രേവഞ്ചിനി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചിറ്റമൃത് അടങ്ങിയിട്ടുണ്ട്, രക്തശുദ്ധിക്കുള്ളതാണ് ചിറ്റമൃത്. അതുപോലെ നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട്, വിഴാൽ അടങ്ങിയിട്ടുണ്ട്, കടുക്ക അടങ്ങിയിട്ടുണ്ട്, കഞ്ഞെണ്ണി അടങ്ങിയിട്ടുണ്ട്. ഇപ്പോ കഞ്ഞെണ്ണി നമുക്കറിയാം, കഞ്ഞെണ്ണി, കറ്റാർവാഴ, ഒലീവ് ഓയിൽ, ബദാം ഓയിലൊക്കെ ചേർത്തിട്ട് എന്തുണ്ടാക്കുന്നത്, നമ്മളെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. കഞ്ഞെണ്ണി പൊതുവെ ദഹനത്തിന് സഹായിക്കും, മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നൊക്കെ നമുക്കറിയാം. അപ്പൊ കഞ്ഞെണ്ണി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചെമ്മാരം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചെമ്മാരം നമ്മൾ പല സമയത്ത് കേട്ടിട്ടില്ല, ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചിക്കാരി നമ്മൾ കേട്ടിട്ടുണ്ട്, ചിക്കാരി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പോലെ പർപ്പടകം എന്ന് പറയുന്ന അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കറ്റമരി എന്ന് പറയുന്നത്, ചിക്കാരി, കറ്റമരി. അതുപോലെ അഡീഷണൽ ആയിട്ട് വരുന്നത്
ജാവുകം, കശ്മാരം, ഹിംസാര എന്ന് പറയുന്ന 2-3 പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലിവഗൈനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പതിപ്പാണ് ഈ പറയുന്ന ആയു വീർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് ദഹനവുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഇത് ആർക്ക് കൊടുക്കാന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടികൾക്ക് അല്ല, 6 മാസം മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്കാണ് ഇത് പറയുന്നത്. 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 5 മുതൽ 10 തുള്ളി വരെ ഡ്രോപ്പ് ആയിട്ട് വായിലേക്ക് രാവിലെയും രാത്രി ഉറ്റിച്ചു കൊടുക്കുക, 2 പ്രാവശ്യം ഉറ്റിച്ചു കൊടുക്കുക. 5 മുതൽ 10 വരെ, കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, പേടിക്കാൻ ആവശ്യമൊന്നുമില്ല. അധികം കുറക്കാനും പോകണ്ട. അതുകൊണ്ട് 5 മുതൽ 10 തുള്ളി വരെ എന്ന് പറയുന്നത് ഇപ്പം ചിലപ്പോ 7 തുള്ളിയായി 8 തുള്ളിയായി, പ്രശ്നമൊന്നുമില്ല, ഓവർ ആക്കണ്ട എന്ന് മാത്രം. ഇനി അതുപോലെ തന്നെ അതിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 10 മുതൽ 20 വരെ തുള്ളി വരെ, 3 വയസ്സുള്ള കുട്ടിക്കൊക്കെ ആണെങ്കിൽ 10 മുതൽ 20 തുള്ളി വരെ ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ ചില ആൾക്ക് പിന്നെ കുട്ടികൾക്ക് ചിലപ്പം എന്നാ ഇഷ്ടപ്പെട്ടാത്ത സാധനം, ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല, നല്ല മധുരമാണ് ഇതിന്. ഇഷ്ടപ്പെടാത്ത സാധനം വെച്ചാൽ അവർക്ക് അതുവരെ ഇല്ലാത്ത ടേസ്റ്റ് വായിൽ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം പുറത്തേക്ക് തുപ്പിക്കളയാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് വെള്ളവും കൂടെ കുറ്റിച്ചു കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ആദ്യം പോയത് അങ്ങ് നേരെ അകത്തേക്ക് പോയിട്ടുണ്ടാവും. വെള്ളം തുപ്പിയാലും വെള്ളമേ പുറത്തേക്ക് പോവുള്ളൂ. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ആയു വീർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്.